വിവരാവകാശ നിയമമനുസരിച്ച് ബന്ധപ്പെട്ട രേഖകൾ കൈമാറണമെന്ന് വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം PSC നിരാകരിച്ചത് വൻ ക്രമക്കേടുകൾ മൂടിവെക്കാനുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ്. ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ചില രേഖകൾ കൈമാറണമെന്ന് PSCയോട് ആവശ്യപ്പെട്ടത്. പക്ഷെ PSC കൊടുക്കാൻ തയ്യാറായില്ല. വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിർദ്ദേശിച്ചിട്ടുണ്ട്. PSC കമ്മീഷന്റെ നിർദ്ദേശം നിരാകരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശത്തിനെതിരെ PSC ഹൈക്കോടതിയെ സമീപിക്കാൻ തയ്യാറാവുകയാണ്. ഇത് മനസ്സിലാക്കേണ്ടത് PSCക്ക് എന്താണ് ജനങ്ങളിൽ നിന്നും മറച്ചുവെക്കാനുള്ളത്? കേവലം ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, PSC നടത്തുന്ന പരീക്ഷകൾ, അതിൻ്റെ മൂല്യനിർണ്ണയം, റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷൻ, അതേപോലെ നിയമനം, ഇതൊക്കെ സത്യസന്ധവും സുതാര്യവുമാണെങ്കിൽ PSC എന്തിനു ഭയപ്പെടണം? പക്ഷെ നമ്മുടെ കേരളത്തിലെ PSC എന്തോ ഭയപ്പെടുന്നുണ്ട്. ആ ഭയപ്പെടുന്നത് മറ്റൊന്നുമല്ല, LDFന്റെ ഭരണകാലത്ത് 10 വർഷത്തിനുള്ളിൽ PSCയിൽ സമാനതയില്ലാത്ത ക്രമക്കേടുകളാണ് നടന്നിട്ടുള്ളത്. അത് പരീക്ഷയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ, പരീക്ഷയുടെ നടത്തിപ്പിൽ, അതേപോലെ തന്നെ മൂല്യനിർണ്ണയത്തിൽ, റാങ്ക് ലിസ്റ്റിൻ്റെ ക്രമീകരണത്തിൽ, അതോടൊപ്പം തന്നെ നിയമനത്തിലും വൻ വെട്ടിപ്പുകളും വൻ ക്രമക്കേടുകളുമാണ് നടന്നിട്ടുള്ളത്. ഇത് പുറത്തു വരാതിരിക്കാൻ, ഇത് മൂടിവെക്കാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമമാണ് ഇപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം PSCയിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്, ഈ ചെയർമാനിലും അംഗങ്ങളിലുമുള്ള വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. LDFന്റെ ഭരണകാല തീവട്ടിക്കൊള്ളയാണ് PSCയിൽ നടന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നിയമന തട്ടിപ്പായിരിക്കും കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയത്. സ്വാഭാവികമായി ഇതെല്ലാം പുറത്തു വരേണ്ടതാണ്. അതിലാദ്യം ചെയ്യേണ്ടത് ഈ ചെയർമാനെയും അംഗങ്ങളെയും പിരിച്ചുവിടണം. മാത്രമല്ല, LDFന്റെ ഭരണകാലത്ത് 10 വർഷത്തെ ഭരണകാലത്തിനിടയിൽ PSC നടത്തിയിട്ടുള്ള എല്ലാ പരീക്ഷകളെക്കുറിച്ചും, നിയമനങ്ങളെക്കുറിച്ചും, മൂല്യനിർണ്ണയത്തെക്കുറിച്ചും സമഗ്രവും സത്യസന്ധവും സുതാര്യവുമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. അത്തരമൊരു അന്വേഷണം നടത്താൻ UDF സർക്കാർ തയ്യാറാകണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. മറ്റൊന്ന്, പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം PSCയുടെ കീഴിൽ തീവട്ടിക്കൊള്ള നടന്നു എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഭരണം മാറിയിട്ടും ഇപ്പോഴും ഇത് തന്നെയാണ് തുടരുന്നത്. 2017 മുതൽ 2023 വരെയുള്ള ചോദ്യപേപ്പർ ഉത്തരക്കടലാസുകൾ മുഴുവൻ തന്നെ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ നശിപ്പിക്കുന്നത് ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമാണ്. ഇത് തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് 2017 മുതൽ 2023 വരെയുള്ള ഉത്തരക്കടലാസുകൾ, ചോദ്യപേപ്പറുകൾ നശിപ്പിക്കാനുള്ള PSCയുടെ തീരുമാനം. അപ്പൊ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഇപ്പൊ നിലവിൽ ഇത് നശിപ്പിക്കാൻ അനുവദിക്കരുത്.
ഈ 2017 മുതൽ 2023 വരെയുള്ള എല്ലാ ചോദ്യപേപ്പറുകളും പിടിച്ചെടുക്കണം. ഒന്നും തന്നെ നശിപ്പിക്കാൻ അനുവദിക്കരുത്. അതുകൊണ്ട് കുറ്റവാളികൾ ഒരാൾ പോലും നിയമത്തിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ പാടില്ല. അത്തരം നടപടികൾ സ്വീകരിക്കാൻ UDF സർക്കാർ തയ്യാറാകണം. പക്ഷേ ഇക്കാര്യത്തിൽ ഭരണം മാറിയിട്ടും ഇതേ സിസ്റ്റം നിലനിൽക്കുകയും ഭരണത്തിൽ മാറ്റം വന്നു, പക്ഷെ സംവിധാനത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് LDF UDF രണ്ടല്ല ഒന്നാണ് എന്ന്. കൂടുതൽ കാലം കാത്തിരിക്കേണ്ടി വന്നില്ല. UDF അധികാരത്തിൽ വന്നിട്ട് 1 മാസത്തിനുള്ളിൽ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുക. PSCയിലെ ക്രമക്കേടുകൾ അന്വേഷിച്ചും തുടരുകയാണ്. അപ്പോൾ കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാര കൈമാറ്റം ഉണ്ടായില്ല, മറിച്ച് പദവികൾ പരസ്പരം കൈമാറുക മാത്രമാണ് ചെയ്തത്. നേരത്തെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന ആൾ ഇപ്പം പ്രതിപക്ഷ നേതാവായി, പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇരുന്ന ആൾ ഇപ്പം മുഖ്യമന്ത്രിയായി. പക്ഷെ നിലപാടിൽ ഒരു വ്യത്യാസവും ഉണ്ടായില്ല എന്ന് 1 മാസത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് നരേന്ദ്രമോദി സർക്കാർ പ്രഥമമായ പരിഗണനയാണ് നൽകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് റെയിൽവേ വികസനം, ഹൈവേ വികസനം, സീപോർട്ട്, എയർപോർട്ട് വികസനം. റെയിൽവേ വികസനത്തിൻ്റെ ഭാഗമായിട്ട് രാജ്യത്ത് ആരംഭിച്ച അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് 35 സ്റ്റേഷനുകളുടെ പുനർനിർമ്മാണവും നവീകരണവും നടത്തുന്നുണ്ട്. 35 റെയിൽവേ സ്റ്റേഷനുകളിൽ 8 റെയിൽവേ സ്റ്റേഷൻ അത് പുനർനിർമ്മാണമാണ്. ആ റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളത്തിന് സമാനമാക്കി മാറ്റുകയാണ്. അന്തർദേശീയ നിലവാരത്തിലേക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷനെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം, അതുപോലെ വർക്കല, കൊല്ലം, ചെങ്ങന്നൂർ, എറണാകുളം സൗത്ത്, നോർത്ത്, തൃശ്ശൂർ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളത്തിന് സമാനമാക്കി ഉയർത്താൻ ആഗ്രഹിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്, ബാക്കിയുള്ള 27 റെയിൽവേ സ്റ്റേഷനുകൾ 20 കോടി മുതൽ 60 കോടി വരെ ചെലവഴിച്ചുകൊണ്ടാണ് നവീകരണ പ്രവർത്തനം നടക്കുന്നത്. ഈ നവീകരണ പ്രവർത്തനം പൂർത്തിയാക്കിയ 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഓൺലൈനായിട്ട് നിർവഹിക്കുകയാണ്. കേരളത്തിൽ 6 റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരിക്കപ്പെട്ട 6 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനമാണ് നാളെ പ്രധാനമന്ത്രി ഓൺലൈൻ മുഖാന്തരം നിർവഹിക്കുന്നത്. അതിലൊന്ന് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ ഭാഗമായിട്ടുള്ള അങ്കമാലി ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ, പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ ഭാഗമായിട്ടുള്ള തിരൂര്, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ്, അതേപോലെ തലശ്ശേരി, ഈ 4 റെയിൽവേ സ്റ്റേഷനുകൾ ഉദ്ഘാടനവും നാളെ നടക്കും. ആകെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന 6 റെയിൽവേ സ്റ്റേഷനുകളിൽ 2 റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ ഭാഗമാണ്, 4 റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമാണ്. ഒന്ന്, ആകെ 3300 കോടി രൂപ റെയിൽവേ വികസനത്തിന് വേണ്ടി കേരളത്തിന് അനുവദിച്ചിരുന്നു. അതിൽ ഏതാണ്ട് 2200 കോടി രൂപ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണത്തിനും പുനർനിർമ്മാണത്തിനും വേണ്ടിയാണ് ചെലവഴിച്ചിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ ഒന്ന്, റെയിൽവേ വികസനത്തിന് വേണ്ടി എത്രമാത്രം കോടികളാണ് നരേന്ദ്രമോദി സർക്കാർ ചെലവഴിക്കുന്നത്, അതോടൊപ്പം കേരളത്തോട് എത്രയും ഉദാരമായ നിലപാടാണ് NDA സർക്കാർ, മോദി സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഈ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്
35 റെയിൽവേ സ്റ്റേഷനുകൾ പുനർനിർമ്മാണം നടത്താനും നവീകരണം നടത്താനും തീരുമാനിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു റെയിൽവേ വികസനം, സ്റ്റേഷൻ വികസനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. സ്വാഭാവികമായും മുഴുവൻ ജനങ്ങളും ഈ വികസനത്തെ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കും എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രതീക്ഷിക്കുന്നത്.